ദേശത്തോട് പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൽ അറിയിക്കുവാനുള്ള ഒരു സദ്വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നത്. ഏതൊരു കാര്യത്തിന്റെയും അവസാനം അറിയുവാൻ വളരെ തിടുക്കമുള്ളവരാണ് മനുഷ്യരായ നാം ഓരോരുത്തരും. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ ഈ യുഗം അവസാനിക്കും. എന്താണ് രാജത്വ സുവിശേഷം? അതിലൂടെ സ്വർഗത്തിലെ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നിത്യാദി ചിന്തകൾ ഈ ദേശത്തെ അറിയിച്ച് ഞങ്ങൾ വേഗം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രവിക്കുവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. മനോഹരമായിരിക്കുന്ന ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാപിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൂന്നാതെ ഉടലുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ വഹിച്ചിടാൻ താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചുവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ വഹിച്ചിടാൻ താൻമുഖം പഠിക്കുവാൻ നാഥനോട്
അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിനെ ജയിച്ചിടം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി മാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നീ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ് ഭരിക്കുവാൻ പോകുന്നേ. പ്രപഞ്ച സൃഷ്ടാവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിന്റെ ക്രിസ്തുവിലുള്ള ഒരവയവമായി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് സർവ നന്ദികളും അറിയിക്കുകയാണ്. ഇതല്ല ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇതല്ല ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇതല്ല ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവത്തിന് സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ളൊരു സന്ദേശം അറിയിച്ച് കടന്നുപോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങളിപ്പോൾ ശ്രവിക്കുന്നത്. സന്ദേശം നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം. ഇതല്ല ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ പുസ്തകമല്ല. അത് ദൈവം മാനവരാശിക്ക് തരുന്ന സന്ദേശമാണ്, സ്നേഹലേഖനമാണ്. അതിൽ പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. ഏത് യുഗം? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ യുഗം. അതിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ ജീവിതത്തിന്റെ അറ്റത്ത് മരണം തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നീ ഏത് ജാതിയായാലും മതമായാലും സംഘടനയായാലും റിക്ഷ ഓടിക്കുന്ന ആളാണെങ്കിലും ധർമ്മക്കാരനാണെങ്കിലും ക്ലർക്കാണെങ്കിലും അക്കൗണ്ടന്റ് ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും സയന്റിസ്റ്റ് ആണെങ്കിലും പൈലറ്റ് ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഏത് കുബേരനാണെങ്കിലും നിന്റെയും എന്റെയും ജീവിതത്തിന്റെ അറ്റത്ത് മരണം തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു. ഇതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന ദൈവം തന്റെ മക്കളോട് അറിയിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുൻപിൽ ദൈവത്തെക്കാൾ വലിയ ബുദ്ധിമാന്മാരാകാതെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക് പ്രവേശിപ്പാൻ സംഘടനകളെയും ഗ്രൂപ്പുകളെയും മതങ്ങളെയും അതിൻ്റെ ഉള്ളിലെല്ലാം കുടുങ്ങിക്കിടക്കാതെ മനുഷ്യരെ സ്നേഹിപ്പാനും ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും ഈ ജീവിതം നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്ന രാജത്വത്തിന്റെ സുവിശേഷം, അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഈ സന്ദേശം. സർവരാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിലെ എല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ചെറിയ ജീവിതത്തിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു, +2 പഠിച്ചു, ഡിഗ്രി പഠിച്ചു, PG പഠിച്ചു, പല പല കോഴ്സുകളിൽ നാം ചേർന്നു. ഇതാ ഒരു ഡ്രൈവറായി, ഒരു അക്കൗണ്ടന്റായി, ഒരു എഞ്ചിനീയറായി, ഒരു ഡോക്ടറായി, മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരുമായിക്കോട്ടെ, നമ്മളുടെ ഈ ജീവിതം സമ്പാദിച്ചതും നമ്മൾ കൂട്ടിയണക്കിയതും പഠിച്ചതും നേടിയതും ഒക്കെ
മരണം നമ്മളെ വട്ടപൂജ്യമാക്കുമ്പോൾ, ഇതെല്ലാം നമ്മുടെ ജീവിതം യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ആ സന്ദേശമാണ് രാജ്യത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഈ സന്ദേശം ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇതാ മാനവരാശിയുടെ സൃഷ്ടി മുതൽ നമ്മളെ ഇത് അറിയിക്കുവാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. തന്റെ പല പ്രവാചകന്മാര് വഴി ഇത് അറിയിച്ചു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളിത് മനസ്സിലാക്കുക. രാജത്വത്തിന്റെ ഈ സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ യുഗത്തിൽ നിങ്ങളൊരു മന്ത്രിയോ ക്ലർക്കോ അക്കൗണ്ടന്റോ ഒക്കെ ആയി ഇതാ ഇവിടെ മരണമടയുമ്പോൾ, യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മകനായ ഈ ഭൂമിയുടെ രാജാവാണ് എന്ന്, ആ ഭരണത്തിലേക്ക് പ്രിയമകനെ നിന്നെ വിളിച്ചുകൊണ്ട് വരികയാണ് നിന്റെ സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശത്തിലൂടെ ഇവിടെ ചെയ്യുന്നത്. നാളെ നീ അത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയുവാനായിട്ട് ഇടയാകരുത്. നമ്മൾ ഇതുവരെയും ചിന്തിച്ചിരുന്ന ഒരു തലമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് ഇന്ന് ജീവിച്ച് ആദം മുതൽ ഇന്ന് പലരും പല തലമുറകൾ ഇവിടെ ജീവിച്ചു കടന്നുപോയി. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പറയാമോ, ഇവിടെ ജീവിച്ച് കടന്ന് മരിച്ചുപോയ ഒരുവൻ പോലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും ഇവിടെ നിന്ന് കടന്നുപോയി. കാരണം ഈ കാലമല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിലുള്ള കാലം. നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ന്യായവിധി ദിവസം ഇതാ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഇവിടെ വിശ്വസ്തത തെളിയിക്കേണ്ട ഒരു ജീവിതം മാത്രമേ ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. നമുക്ക് തരുന്നതല്ല വിശ്വസ്തതയോടെ വ്യാപാരം ചെയ്ത്, ഇത് എന്റേതല്ല, എന്റെ സൃഷ്ടാവ് എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, ഈ ലോകത്തിലേക്ക് ഞാനൊന്നും കൊണ്ടുവന്നില്ല, ഈ ലോകത്തുനിന്ന് എനിക്കൊന്നും കൊണ്ടുപോകാനും കഴിയുകയില്ല, ഞാൻ എത്രത്തോളം ആർത്തിയോടെ ഇവിടുന്ന് വാരിക്കൂട്ടിയാലും ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ മറിഞ്ഞു കിടക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ ലോകത്തിൽ ലോകമെന്ന വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയുണ്ട്. അതാണ് സൃഷ്ടാവോടൊപ്പമുള്ള എന്റെ ജീവിതം, ദൈവരാജ്യത്തിലെ ജീവിതം. ദൈവം നമ്മുടെ സ്വർഗസ്ഥ പിതാവ് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും തന്നോടൊപ്പം ജീവിക്കണമെന്ന്. അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് രാജ്യത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളോട് ഒന്നാമത് പറയുവാനുള്ള സന്ദേശം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ സുവിശേഷത്തിലൂടെ ദൈവം എന്നോടും നിങ്ങളോടും ചേർന്ന് ജീവിക്കുന്ന ഒരു നല്ല മനോഹരമായ ഭാവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടെ ഞാനും നിങ്ങളും ദൈവത്തോടുകൂടെ ജീവിക്കുന്നത് അവിടുത്തെ അടിച്ചുതലിക്കാരനായിട്ടല്ല, അവിടുത്തെ കൂലിക്കാരനായിട്ടല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ മക്കളായി ദൈവം നമ്മളെ തന്റെ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി നമ്മളെ ദൈവം തന്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഒരു ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുവാനാണ് ഇതാ ഞങ്ങൾ ഈ പട്ടണത്തിലൂടെ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയുക. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയരുത്. ഇതല്ല മോളെ നീ ജീവിതം. ഇവിടെ നീ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങി, ഇവിടെ നീ ഒരു പെട്ടിക്കട തുടങ്ങി, ഇവിടെ നീ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി, ഇവിടെ നീ ഒരു ക്ലിനിക്ക് തുടങ്ങി. എത്ര നാൾ നിനക്ക് ക്ലിനിക്ക് നടത്താൻ പറ്റും? മരണം അതിനു മുമ്പ് പ്രിയ മകനെ എന്നെയും നിങ്ങളെയും പിടികൂട്. എന്നാൽ ഇതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇത് വിശ്വസ്തത തെളിയിക്കേണ്ട ഒരു ജീവിതം മാത്രമാണ്. ഇവിടെ ഞാനും നിങ്ങളും നമ്മളെ ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തരായി തെളിയുന്നുവെങ്കിൽ, നാം അല്പത്തിൽ വിശ്വസ്തരായാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അധികത്തിന് വിചാരകനാക്കൂ. അധികത്തിന് വിചാരകനാക്കിയുള്ള ജീവിതമാണ് ദൈവരാജ്യത്തിൽ, ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി നാം ജീവിക്കുകയോ ഈ ഭൂമിയുടെ ഭരണകർത്താക്കളായി നാം ഓരോരുത്തരും മാറുക എന്നുള്ള ദൈവത്തിന്റെ സ്വപ്നം. അതാണ് എന്റെയും നിങ്ങളുടെയും ഭാവി. അതിലേക്ക് സ്വർഗത്തിലെ ദൈവം പ്രിയമകനെ പ്രിയമകളെ എന്നെയും നിങ്ങളെ ക്ഷണിക്കുകയാണ്. നാളെ ഞാനിത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയരുത്. വീണ്ടും പറയുകയാണ്, ഇതല്ല ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രിയമകനെ പ്രിയമകളെ, ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തയുണ്ട്. പ്രിയ സഹോദര, അങ്ങ് പറഞ്ഞ
ഈ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മകനായി ഭൂമിയുടെ രാജാവായി ജീവിക്കുവാൻ, മരണമില്ലാത്തവനായി ജീവിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനതിന് എന്താണ് ചെയ്യേണ്ടത്? എന്റെ പ്രിയ മകളെ, ഞങ്ങളുടെ ആദ്യ സന്ദേശം കേട്ട് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ നിങ്ങളോട് രണ്ടാമതൊരു സന്ദേശവും പറയാനുണ്ട്. നിങ്ങളുടെ ആ തീരുമാനം നല്ലതാണ്. പക്ഷേ എനിക്കോ നിങ്ങൾക്കോ ആ തീരുമാനം കൊണ്ട് മാത്രം ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മകനായി ഈ ഭൂമിയുടെ രാജാവായി മരണമില്ലാത്തവനായി ജീവിക്കാൻ കഴിയുകയില്ല. പകരം അതിനൊരു മാർഗം വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ മാർഗമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇതാ ഞാനും നിങ്ങള് ദൈവത്തിൽ നിന്ന് അകന്നുപോയത്, ഈ മരണം പിടിക്കപ്പെട്ടതിന്റെ കാരണം നമ്മളുടെ ജീവിതത്തിൽ ദൈവം മരണം നിയമിച്ചത് കൊണ്ടല്ല, മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. ആദ്യ മനുഷ്യനായ നമ്മുടെ പിതാവായ ആദം പാപം ചെയ്തത് മുഖേന മാനവ കുടുംബത്തിലേക്ക് മരണം കടന്നു വന്നു. ആ മരണത്തിൽ നമ്മൾ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തിലെ വ്യവസ്ഥ ഇതാണ്: പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഇതാ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് എന്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം നമ്പർ 2. ഹല്ലേലൂയ. അതെങ്ങനെയാ നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങൾ ഇതാ ഒരു ബിൽഡിംഗ് പണിയുകയാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു ബിൽഡിംഗ് പണിയുകയാണ്. അങ്ങനെ ബിൽഡിംഗ് പണിതു, എന്നെ തിരിച്ചടയ്ക്കാൻ വകയില്ലാതെ അത് ജപ്തി ചെയ്യുവാൻ നോട്ടീസ് പുറപ്പെട്ടപ്പോ ഇതാ നിങ്ങളോട് സ്നേഹമുള്ള ഒരാൾ വന്ന് ആ പണം മുഴുവൻ അടച്ച് അതിന്റെ റിസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറയുകയാണ്, ഇതാ നിന്റെ പണമല്ല ഞാൻ അടച്ചു, ഇത് നീ റെസിപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇനി നിന്റെ വീട് ജപ്തി ചെയ്യത്തില്ല, അതിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാം. ഇതേപോലെ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശമ്പളമായ മരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ഏറ്റെടുത്ത് ഇതാ ആ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുക മാത്രമല്ല, യേശു ക്രിസ്തുവിൽ നമ്മളൊരു പുതിയ സൃഷ്ടികളായി ദൈവത്തോടടുക്കുവാൻ, ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി തീരുവാൻ അധികാരവും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം നമ്പർ 2. പ്രിയ സഹോദര, പ്രിയ സഹോദരി, തിരിച്ചറിയുക, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ രക്ഷയെ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഇതാ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നുകൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം എന്നെയും നിങ്ങളെയും ദൈവത്തോട് അകറ്റുന്നത് നമ്മളുടെ പണമല്ല, നമ്മുടെ പൊക്കമല്ല, നമ്മുടെ നിറമല്ല, നമ്മുടെ കുടുംബ മഹിമയല്ല, നമ്മുടെ പാപം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, പാപത്തിന്റെ പരിഹാരം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ് തിരിച്ചറിഞ്ഞുകൊണ്ട്, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്നും അങ്ങ് ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് എന്റെ കർത്താവായി, എന്റെ രാജാവായി, എന്റെ നായകനായി, എന്റെ നടത്തിപ്പുകാരനായി അങ്ങ് കടന്നു വരണമേ. നിത്യസ്വർഗത്തിലേക്ക്, സ്വർഗീയ പിതാവിലേക്ക് എന്നെ നയിക്കണമേ, നടത്തണമേ എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന പ്രിയ മകനെ, നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. നീ ആകസ്മികമായി ഇപ്പോൾ ട്യൂൺ ചെയ്തതല്ല, ഇതിന്റെ മുൻപിലേക്ക് ആകസ്മികമായി വന്നതല്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ ഈ ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇതുകൊണ്ടാ ക്രിസ്തു പറയുന്നത്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ കടന്നു വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയ മകളെ, ഇതൊരു ജാതിയുടെ സന്ദേശമല്ല, ഇതൊരു മതത്തിന്റെ സന്ദേശമല്ല, ഇതൊരു ഗ്രൂപ്പിന്റെ സന്ദേശമല്ല. സൂര്യനെയും ചന്ദ്രനെയും താരകണങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള സ്നേഹ സന്ദേശമാണിത്. ഇത് സ്നേഹത്തിന്റെ ഭാഷയാണ്. ഈ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യരെ ഒന്നാക്കുന്ന സന്ദേശമാണ്. നിന്റെ സൃഷ്ടാവിന്റെ കുടുംബമാക്കി മാറ്റുന്ന സന്ദേശമാണ്. നിന്നെ ഈ ദൈവത്തിന്റെ മകനായി, ഭൂമിയുടെ രാജാവായി, ഭൂമിയുടെ ഭരണാധികാരിയാക്കി മാറ്റുന്ന സന്ദേശമാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് അറിയിച്ച സന്ദേശമാണ്. എന്നാൽ ഇന്ന് ഈ സന്ദേശത്തിന് പകരം ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് ജാതിയുടെയും മതത്തിന്റെയും സന്ദേശങ്ങൾ അറിയിക്കുന്നതിന്റെ നടുവിൽ ഇതാ യേശു ക്രിസ്തു വന്ന് തന്റെ സ്നേഹ സന്ദേശത്തിലൂടെ എന്നെയും നിങ്ങളെയും സ്വർഗീയ ഭവനത്തിലേക്ക്
സ്വർഗീയ ഭവനക്കാരായി ദൈവത്തിന്റെ മകനായി ഭൂമിയുടെ രാജാവായി ക്ഷണിക്കുകയാണ്. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പ്രിയ മകനെ നീ പറയാനിടയാകരുത്. ഇതാ ഈ ശ്വാസം തീർന്നതിന് മുമ്പ് ഈ സന്ദേശം നമ്മുടെ മറ്റ് സഹോദരങ്ങളെയും കൂടെ അറിയിക്കട്ടെ. നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആലുവ ദേശത്തിന് വേണ്ടി ഈ സന്ദേശത്തിൽ ഇപ്പോഴും തുടർന്നും എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വരട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നന്മകൾ വരട്ടെ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നന്മകൾ വരട്ടെ. എല്ലാവിധ ഭാരങ്ങൾ നീങ്ങും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിടുവിച്ചുകൊണ്ട് തന്റെ മകനാക്കി മാറ്റുവാൻ തക്കവണ്ണ, മരണമുള്ള നമ്മളെ മരണമില്ലാത്തവരാക്കി മാറ്റുവാൻ തക്കവണ്ണ ഇതാ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കട്ടെ, ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇവിടെ നാം അല്പത്തിൽ വിശ്വസ്തനായാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അധികത്തിന് വിചാരകനാക്കുക. അതിനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദേശക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സ്വന്തം കാഴ്ച പരിധിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അപ്പാ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും മാറ്റി അങ്ങയുടെ മക്കളാക്കി, മരണമില്ലാത്തവരാക്കി അങ്ങയുടെ കുടുംബത്തിൽ ജീവിപ്പാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ കുടുംബങ്ങളെയും ഈ ദേശത്തിലെ ബിസിനസിനെ ഇവർക്കുള്ളതിനെയെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം ഇവരുടെ താൽക്കാലിക മണ്ഡലത്തിൽ മാത്രമല്ല, നിത്യമായ സ്വർഗരാജ്യത്തിൽ ഇവരെ എത്തിപ്പാൻ, അങ്ങയോടുകൂടിയുള്ള ജീവിതത്തിൽ ഇവരെത്തിപ്പാൻ അങ്ങനെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇവർ നിത്യം അനുഗ്രഹീതരായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഈ സമയം ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കയ്യിൽ 2 നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിൽ ഒന്ന് ഇതാണ്: ഞങ്ങളിവിടെ പറഞ്ഞ ദൈവരാജ്യ സന്ദേശം നിങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. എന്നാൽ ആ നോട്ടീസിൽ ആ ദൈവരാജ്യ സന്ദേശം എന്തെന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാകും. രണ്ടാമത്തെ നോട്ടീസ് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത എറണാകുളം പൂക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി ഒരു ധ്യാന കേന്ദ്രം, പ്രാർത്ഥനാലയം എന്ന പേരിൽ ഒരു ധ്യാന കേന്ദ്രം നടക്കുന്നുണ്ട്. എല്ലാ മാസവും 7 ദിവസത്തെ ധ്യാനം, എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ഒരു ധ്യാനമുണ്ട്. ഇതാ ജീവിതത്തിൽ പലവിധ പ്രതികൂലങ്ങളാൽ ഭാരപ്പെട്ട് മനസ്സ് തളർന്ന് എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവിടെ വന്ന് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഏത് കോണുകളിലുള്ള വ്യക്തികൾക്ക് അവിടെ കടന്നു വരാം. ഒരാഴ്ച സൃഷ്ടാവോടുകൂടെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവോടുകൂടെ അവിടെ എന്താണ് സൃഷ്ടാവിന്റെ സന്ദേശം, എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ ജീവിതത്തിന്റേതായ ആ മരണമുള്ള ഗതി മാറ്റി മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി തീരുന്ന ആ യാത്രയിലേക്ക് യാത്രയാകുവാൻ നിങ്ങൾക്കത് സഹായകരമായി തീരും. ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ അതിൽ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാം. ഇതാ നിങ്ങളെ ഓരോരുത്തരും കാര്യം ഓർപ്പിക്കുകയാണ്. ഇതാ അവിടെയുള്ള ഒരാഴ്ചത്തെ ഒരാൾക്ക് താമസത്തിനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. എന്നാൽ അതില്ലാത്തവർക്ക് അത് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് പോകുന്നു. ദൈവം നിങ്ങൾ എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. നന്ദി, നമസ്കാരം.